ഫിഷറീസ് ഉണ്ട്, വില്ലേജ്, റവന്യൂ ഉണ്ട്. ഇതിപ്പോ പുറക്കാട് കടൽ തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കാണാൻ തുടങ്ങിയത്. ശക്തമായ കാറ്റില് കുന്തല 14-ാം വാർഡിൽ വന്നടിഞ്ഞ് കയറിയിട്ടുണ്ട്. എന്നാൽ ഇതിവിടെ കുഴിച്ചു മൂടാനോ മറ്റോ ഒരു നിർവാഹം ഇല്ലാത്ത തരത്തിലേക്ക് കല്ലും കടലുമായിട്ട് കിടക്കുന്ന പ്രദേശത്താണ് ഇന്ന് ഇത് വന്നടിഞ്ഞ് കൂടിയിട്ടുള്ളത്. ജില്ലാ കളക്ടറോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗ് 4 മണിക്ക് തന്നെ ഇതിന് വേണ്ടി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, വില്ലേജ്, കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് സംയുക്തമായി അവർ ചേർന്നുകൊണ്ട് ആവശ്യമായ നടപടികളെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസിന്റെ ബോട്ടുകൾ ഇപ്പോൾ കടലിൽ ഈ തീരത്ത് വന്ന് വലിച്ച് കടലിലേക്ക് തന്നെ കൊണ്ടുപോയി മണലുള്ള തോട്ടപ്പള്ളിയുടെ തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി ഇതിനെ വലിച്ചു കയറ്റാനും അവിടെ വെച്ച് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ തന്നെ ഇത് കുഴിച്ചുകൂടാനുമാണ് കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ രൂക്ഷമായ ദുർഗന്ധമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത്. ഇത് വന്ന് അടിഞ്ഞു കയറുന്ന സമയത്ത് 14-ാം വാർഡിലെ 45ഓളം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കടയിലേക്ക് അടിച്ചു കയറ്റിയ സമയത്ത് തന്നെ വളരെ വലിയ രൂക്ഷമായ ദുർഗന്ധമുണ്ടായി. പകുതിയിലേറെ പേരും അവിടെ തന്നെ ഛർദ്ദിച്ച് അവരൊക്കെ തന്നെ വല്ലാത്തൊരവസ്ഥയിലായി അവിടുന്ന് ഓടുക ചെയ്തു. അത്തരത്തിലേക്ക് വലിയ ദുർഗന്ധമാണ്. ഇത് അടിയന്തരമായി ഇവിടുന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ വളരെ വലിയ തരത്തിലേക്ക് പാരിസ്ഥിതിക പ്രശ്നം, അതിനോടൊപ്പം തന്നെ ഇവിടെ വലിയ തരത്തിലേക്ക് മറ്റ് അസുഖങ്ങൾക്ക് അടക്കം ഇടയാകുന്ന തരത്തിലേക്ക് ഒരു 25 മീറ്ററോളം നീളമുണ്ട് ഇപ്പോൾ ഈ തിമിംഗലത്തിന്. ഇതിങ്ങനെ ചുരുക്കി അടിച്ചുകയറ്റി വെച്ചിരിക്കുക. വലിയ തിമിംഗലം തന്നെയാണ്. അതുകൊണ്ട് 1 മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്നതിനാവശ്യമായ നിലപാടും അതോടൊപ്പം തന്നെ ആവശ്യമായ ക്രമീകരണവുമാണ് ജില്ലാ ഭരണകൂടവും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അത് ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നിൽക്കത്തില്ലേ, ഇത് കയറി ഉടക്കിയത് പോലെ ഭാരമല്ലേ ഇത് കിടക്കുക. ഇതിപ്പോ അതിന്റെ അസ്ഥികൾ കണ്ടില്ലേ, ഇപ്പൊ കുടലി സാധനമൊക്കെ ഇതിനകത്ത് ഇടക്കി കയറി ഉടക്കും.